Hi children, welcome to chemistry class. In the last class we already studied 3 points, peculiarities of the Subshell configuration of chromium and copper. Next one, the Subshell configuration of ions, cations and anions. And third one, Subshell configuration short form. Children, today we are going to study method of finding group, period, block, valency, atomic number, metal or non-metal, etc. from Subshell electronic configuration. Let us find out period, group, block, atomic number, valency, metal or non-metal from Subshell configuration. If we know atomic number or Subshell electronic configuration, we can find out that elements belongs which period, which block, group number, valency, etc. എന്താ പറയുക, ആസ്ട്രോളജിയിൽ നമ്മളെ ജ്യോതിഷത്തിൽ ഈ നക്ഷത്രം അറിയാമെങ്കിൽ ഒരാളുടെ ഭാവി ആസ്ട്രോളജിസ്റ്റ് പ്രവചിക്കുന്നില്ലേ? ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാമെങ്കിൽ അയാളുടെ സ്വഭാവ സവിശേഷതകൾ പറയാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ മാത്രം അറിയാൻ മതി, അല്ലെങ്കിൽ സബ്ഷെൽ കോൺഫിഗറേഷൻ തന്നാൽ മതി, നമുക്ക് ആ എലമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി പറയാൻ പറ്റും. ദാറ്റ് മീൻസ് പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക്, അറ്റോമിക് നമ്പർ ഫ്രം സബ്ഷെൽ കോൺഫിഗറേഷൻ. ഒരു എലമെൻറ്റിൻ്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ മാത്രം തരുന്നു, ആ എലമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി പറയാൻ പറ്റും. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ Subshell electronic configuration and periodic table. We can check it. See, listen children. An example A. Subshell configuration of an element A is 1s2 2s1. And find out its period number, group number, block, atomic number, valency, metal or non-metal, oxidation number, and which elements. For that, first we can see how to find out the periods from Subshell configuration. Number of main shell represents periods. Listen, period. How can we predict the period of an element from Subshell configuration? Number of main shell represents period. Subshell configuration നിന്ന് എത്ര മെയിൻ ഷെല്ലുകൾ ഉണ്ട് എന്ന് കണ്ടാൽ മനസ്സിലാവും. മെയിൻ ഷെൽ, സബ്ഷെൽ, ഇലക്ട്രോൺ, മെയിൻ ഷെൽ, സബ്ഷെൽ, ഇലക്ട്രോൺ, എത്ര മെയിൻ ഷെല്ലുകൾ ഉണ്ട്, ആ മെയിൻ ഷെല്ലുകളുടെ നമ്പർ ആയിരിക്കും പീരീഡ് നമ്പർ. So listen, how can we find out period? Number of main shell represents periods. Then how can we find out group from Subshell electronic configuration? See, if electrons are end in S subshell, its group. If electron end in S1, its group first group. If electron end in S subshell, 2 electrons in a second group. And if the electron end in P subshell, ഏത് സബ്ഷെല്ലും ഇലക്ട്രോൺ എൻഡ് ചെയ്യാം, എസിൽ എൻഡ് ചെയ്യാം, പിയിൽ എൻഡ് ചെയ്യാം, ഡിയിൽ എൻഡ് ചെയ്യാം. ഏത് സബ്ഷെല്ലാണോ ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത്, ഗ്രൂപ്പ് കണ്ടുപിടിക്കാനാണ്. ഏത് സബ്ഷെല്ലാണോ ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത് നോക്കുക. എസിലാണ് എൻഡ് ചെയ്യുന്നത്, എസിൽ 1 ആണ് ഫസ്റ്റ് ഗ്രൂപ്പ്, എസിൽ 2 ആണ് സെക്കൻഡ് ഗ്രൂപ്പ്. ഇനി പിയിലാണ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് 12 പ്ലസ് പി ഇലക്ട്രോൺ. ലാസ്റ്റ് പിയിൽ എത്രയാണ് ഇലക്ട്രോൺ ഉള്ളത്, ആ ഇലക്ട്രോണിനോടൊപ്പം 12 ആഡ് ചെയ്യുക. 12 പ്ലസ് പി ഇലക്ട്രോൺ, ദാറ്റ് ഈസ് its group. And if electrons enter in D subshell, D subshell ആണ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നതെങ്കിൽ its group is S plus D. എസിലെയും ഡിയിലെയും ഇലക്ട്രോൺ
ആഡ് ചെയ്യണം. ഇലക്ട്രോൺ ഡിയിൽ എൻഡ് ചെയ്യുമ്പോൾ തൊട്ട് മുന്നേ 4s ഉണ്ടാവും. 4sലെയും 3dയിലെയും ഇലക്ട്രോൺ ആഡ് ചെയ്യുക. എസിലെയും ഡിയിലെയും ഇലക്ട്രോൺ ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ ആയിരിക്കും അതിന്റെ ഗ്രൂപ്പ്. എഫിലുള്ളത് നമ്മളിവിടെ പഠിക്കുന്നില്ല. Then how to find out block from subshell configuration. Subshell configuration എന്നിട്ട് എങ്ങനെയാണ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് നോക്കൂ. Electrons end in which subshell? Name of that subshell is its block. ഏത് സബ്ഷെല്ലാണോ ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത് ആ എൻഡ് ചെയ്യുന്ന സബ്ഷെല്ലിന്റെ പേര് തന്നെയാണ് ഇതിന്റെ ബ്ലോക്ക്. ഇപ്പൊ ഇലക്ട്രോൺ എസിൽ എൻഡ് ചെയ്യുമ്പോൾ എസ് ബ്ലോക്ക്, ഇലക്ട്രോൺ പിയിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ പി ബ്ലോക്ക്, ഇലക്ട്രോൺ ഡിയിലാണ് എൻഡ് ചെയ്യുന്നത് ഡി ബ്ലോക്ക്, ഇലക്ട്രോൺ എഫിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ എഫ് ബ്ലോക്ക്. സോ ദർ ആർ 4 മെയിൻ ബ്ലോക്സ്: എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ടി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഒരു എലമെന്റിന്റെ ലാസ്റ്റ് സബ്ഷെൽ കോൺഫിഗറേഷൻ എസ് സബ്ഷെൽ ആണ് എങ്കിൽ അത് എസ് ബ്ലോക്ക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എസ് ബ്ലോക്കിലുള്ള ഏത് എലമെന്റിന്റെ കോൺഫിഗറേഷൻ എഴുതിയാലും ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലായിരിക്കും എന്നർത്ഥം. പിയിലാണ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നെങ്കിൽ അത് പി ബ്ലോക്കിലാണ്. ഇനി പി ബ്ലോക്കിലുള്ള ഏത് എലമെന്റിന്റെ കോൺഫിഗറേഷൻ സബ്ഷെൽ വൈസ് എഴുതിയാലും ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത് പി സബ്ഷെല്ലായിരിക്കും. ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത് ഡിയിലാണെങ്കിൽ അത് ഡി ബ്ലോക്ക് ആണ്. അതിന്റെ അർത്ഥം ഡി ബ്ലോക്കിലുള്ള ഏത് എലമെന്റിന്റെ കോൺഫിഗറേഷൻ എഴുതിയാലും ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലായിരിക്കും. സബ്ഷെല്ലിന്റെ പേര് തന്നെയാണ് ബ്ലോക്കിന്റെ പേരും. Let's see in periodic table how many blocks. Children see, this is periodic table. Arrangements of elements. Elements are arranged period wise and group wise. Horizontal rows in periodic tables are called periods. There are 7 periods in periodic table. There are 7 horizontal rows. And there are 18 vertical columns. And these vertical columns are called groups. So, 18 groups in periodic table. 7 periods and 18 groups. All groups are considered as family. First group, alkali metals. Except hydrogen, all are metals, right? Hydrogen, lithium, sodium, potassium, rubidium, cesium, francium are alkali metals. Second group, alkaline earth metals. Beryllium, magnesium, calcium, strontium, barium, radium are alkaline earth metals. Then next important groups, these are important groups. Boron family, carbon family, nitrogen family, oxygen family and halogen family. 17th group, fluorine, chlorine, bromine, iodine, astatine. And 18th group, inert gases or noble gases. Helium, neon, argon, krypton, xenon, radon, organosen. Now all these groups are divided by mainly 4 blocks: S block, D block, P block and F block. There are 4 blocks. First group and second group elements are collectively called S block elements. Except hydrogen, all are metals, alkali metals and alkaline earth metals. And elements of group 3rd to 12, and these are called transition elements, and these elements includes in D block. These are D block elements, all are metals, called transition elements or transition metals. And elements of group 13 to 18, these are called P block elements. P block elements. It includes metal, non-metal, metalloids, etc. And elements separated from 6th period and 7th periods, lanthanides and actinides. These are called F block elements. So F block elements includes lanthanides and actinides. Lanthanides and actinides includes in F block elements. There are main 4 blocks: S block, D block, P block and F block. Children, see how can we find out the valency of an element? ഒരു എലമെന്റിന്റെ വാലൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
ഓക്സിഡേഷൻ നമ്പറും മെറ്റലാണോ നോൺ മെറ്റലാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. എലമെന്റിന്റെ അറ്റോമിക് നമ്പർ നോക്കി അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മെയിൻ ഷെൽ വൈസ് എഴുതുക. അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ മെയിൻ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ലാസ്റ്റ് ഇലക്ട്രോൺ 1 8 വരെ വരാം. 1 മുതൽ 8 വരെ വരാം. സി അറ്റോമിക് നമ്പർ ഇപ്പോൾ 2 3 ആണെങ്കിൽ 2 1 ലാസ്റ്റ് ഇലക്ട്രോൺ നമ്പർ 1, 2 8 2 ലാസ്റ്റിൽ 2. സോ ലാസ്റ്റിൽ 1 to 8 വരെ ഇലക്ട്രോൺസ് വരാം. അപ്പോൾ നമുക്ക് വാലൻസി കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ലാസ്റ്റിൽ 1 ആണെങ്കിൽ വാലൻസി 1, ലാസ്റ്റിൽ 2 ആണെങ്കിൽ വാലൻസി 2, ലാസ്റ്റിൽ 3 ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ലാസ്റ്റ് മെയിൻ ഷെൽ 3 ആണെങ്കിൽ വാലൻസി 3. ഇഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ലാസ്റ്റ് മെയിൻ ഷെൽ 4 ഇറ്റ്സ് വാലൻസി 4. ഇനി ലാസ്റ്റിൽ 5 ആണെങ്കിൽ വാലൻസി 3 ആണ്. എന്താണ് പ്രത്യേകത? ലാസ്റ്റിൽ 1 2 3 4 ആകുമ്പോൾ ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യുന്നു. ലാസ്റ്റിൽ 4 വരുമ്പോൾ ലോസ്റ്റും ചെയ്യും ഗെയിനും ചെയ്യും. ഇനി ലാസ്റ്റിൽ 5 വരുമ്പോൾ 3 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ലോസ്റ്റോ ഗെയിനോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ ആണ് വാലൻസി. അതിനെ ചാർജും കൂടി ചേർത്ത് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ആവും. അപ്പോൾ ലാസ്റ്റിൽ 5 ആണെങ്കിൽ 3 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും. സ്റ്റെബിലിറ്റി കിട്ടാൻ, ഒക്ടറ്റ് ഫോം ചെയ്യാൻ 8 ഇലക്ട്രോൺസ് ഉണ്ടാവാൻ. അപ്പോൾ വാലൻസി 3 ആണ്. ലാസ്റ്റിൽ 6 ആണെങ്കിൽ 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും. സോ വാലൻസി 2. ലാസ്റ്റിൽ 7 ആണെങ്കിൽ വാലൻസി 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും 8 ആവാൻ. ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് 8 ആണെങ്കിൽ വാലൻസി 0. അത് സ്റ്റേബിൾ ആണ്. ഇപ്പോൾ ലോസ്റ്റോ ഗെയിനോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ലോസ്റ്റോ ഗെയിനോ ചെയ്യുന്ന ഇലക്ട്രോൺസ് നമ്പർ ആണ് വാലൻസി. ഇനി ലോസ്റ്റ് ചെയ്യുമ്പോൾ ചാർജ് പോസിറ്റീവ്, ഗെയിൻ ചെയ്യുമ്പോൾ ചാർജ് നെഗറ്റീവ്. ആ ചാർജും കൂടി ചേർത്ത് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ആയി. സോ വാട്ട് ഈസ് ഓക്സിഡേഷൻ നമ്പർ? ലാസ്റ്റിൽ 1 ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ +1, ലാസ്റ്റ് 2 ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ +2, ലാസ്റ്റ് 3 ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ +3, ലാസ്റ്റിൽ 4 ആണെങ്കിൽ +4 -4 വരുന്നുണ്ട്. ലാസ്റ്റിൽ 5 ആണെങ്കിൽ വാലൻസി 3, ഓക്സിഡേഷൻ നമ്പർ -3. ലാസ്റ്റിൽ 6 ആണെങ്കിൽ വാലൻസി 2, ഓക്സിഡേഷൻ നമ്പർ -2. ലാസ്റ്റിൽ 7 ആണെങ്കിൽ ഇലക്ട്രോൺ എങ്കിൽ വാലൻസി 1, ഓക്സിഡേഷൻ നമ്പർ -1. ലാസ്റ്റിൽ 8 ആണെങ്കിൽ വാലൻസി 0, ഓക്സിഡേഷൻ നമ്പർ ആൾസോ 0. ലാസ്റ്റിൽ 1 2 3 വരുമ്പോൾ ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യും. ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യുന്ന എല്ലാം മെറ്റൽസ് ആയിരിക്കും. ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യുന്ന എല്ലാം മെറ്റൽസ്. ലാസ്റ്റിൽ 1 2 3 വരുന്നത് +1 +2 +3 വരുന്നത് മെറ്റൽസ്. ലാസ്റ്റിൽ 4 വരുമ്പോൾ ലോസ്റ്റ് ചെയ്യും ഗെയിൻ ചെയ്യും. +4 -4 വരും. ഇറ്റ് ഈസ് നോൺ മെറ്റൽ. ലാസ്റ്റിൽ 5 6 7 8 വരെ വരുമ്പോൾ ഇലക്ട്രോൺ 5 6 7 വരെ വരും. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാലൻസി 3 2 1 വരും. ഓക്സിഡേഷൻ നമ്പർ -3 -2 -1 വരും. ദീസ് ആർ നോൺ മെറ്റൽസ്. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്സ് ആണ് ഇവരെല്ലാം. ഇനി ലാസ്റ്റ് 8 വരുന്നത് ഇനർട്ട് ഗ്യാസസ് ആണ്. അത് നോബിൾ ഗ്യാസസ്, നോൺ മെറ്റൽസ് ആണ്. വാലൻസി അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ വാലൻസി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മെറ്റലാണോ നോൺ മെറ്റലാണോ എന്ന് പറയാനും എളുപ്പമാണ്. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമുക്ക് സബ്ഷെൽ കോൺഫിഗറേഷനിൽ നിന്ന് പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് ഇവ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ് us try to find out the period, group, block, atomic number from subshell electronic configuration. Example A 1s2 2s1. ഒരു എലമെന്റിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ തന്നിരിക്കുന്നു. എലമെന്റ് A, symbol of element is not real. Its subshell electronic configuration 1s2 2s1. From this we can find out that elements belongs which period, which group, which block, atomic number, valency, etc. First, its period number. Number of main shell represents period. Number of main shell. How many main shell here? 1 2. So this element belongs which period? Second period. So period number 2. Next, group. Last electron end in S subshell. How many electron present in S subshell? 1. So its group 1. This element includes in first group. So its group number 1. Then block. എങ്ങനെ ബ്ലോക്ക് കണ്ടുപിടിക്കുക? ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത് ഏത് സബ്ഷെല്ലാണ്? ആ സബ്ഷെല്ലിന്റെ പേര് തന്നെയാണ് ബ്ലോക്ക്. സോ എസിലാണ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത്. സോ ദിസ് എലമെന്റ് ഇൻക്ലൂഡ്സ് ഇൻ എസ് ബ്ലോക്ക്.
Then what is its atomic number? Main shell is subshell electron. അപ്പോൾ ഇലക്ട്രോണിന്റെ നമ്പർ ആഡ് ചെയ്താൽ അറ്റോമിക് നമ്പർ കിട്ടുമല്ലോ. So 2 plus 1 3, atomic number 3. Then what is its valency? Atomic number 3 ആവുമ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മെയിൻ ഷെൽ വൈസ് എഴുതി നോക്കാം. 2 1, ലാസ്റ്റ് ഇലക്ട്രോൺസ് നമ്പർ മെയിൻ ഷെല്ലിൽ 1 വരുന്നു. ലാസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ മെയിൻ ഷെല്ലിൽ 1 വരുമ്പോൾ വാലൻസി 1, oxidation number plus 1, metal. So here valency 1, oxidation number plus 1. This is metal. And which element is this? Atomic number 3, third element is lithium. 1 to 20 വരെ എലമെന്റിന് ഓർഡറിൽ, അറ്റോമിക് ഓർഡറിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം ഇങ്ങനെ ഒരു എലമെന്റിന്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പീരിയോഡിക് ടേബിളിൽ ശരിയാണോ ഈ എലമെന്റ് ഈ പീരീഡിൽ ഈ ഗ്രൂപ്പിൽ ഈ ബ്ലോക്കിൽ തന്നെയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് പരിശോധിക്കാം ഈ എലമെന്റ് സെക്കൻഡ് പീരീഡിലാണോ വരുന്നതെന്ന്. സെക്കൻഡ് പീരീഡ് നോക്കൂ, ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, ഈ പീരീഡിലാണ് വരേണ്ടത്. ഈ പീരീഡിൽ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഈ പീരീഡിൽ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പ്. സോ സെക്കൻഡ് പീരീഡ് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് പീരീഡ് ഫസ്റ്റ് ഗ്രൂപ്പ്, lithium. It includes which block? S block. First group and second group are collectively called S block. അപ്പോൾ അത് S ബ്ലോക്കിൽ തന്നെയാണെന്ന് മനസ്സിലായി. അറ്റോമിക് നമ്പർ 3. അപ്പോൾ ഒരു എലമെന്റിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും സബ്ഷെൽ കോൺഫിഗറേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മെറ്റൽ ആണ്, അതിന്റെ വാലൻസി 1 ആണ്, മെറ്റൽ ആണ്, ആൽക്കലി മെറ്റൽ, ലീഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ആൽക്കലി മെറ്റൽസ്. സബ്ഷെൽ കോൺഫിഗറേഷൻ മാത്രം അറിഞ്ഞാൽ മതി എലമെന്റിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ 2 നോക്കൂ. Subshell configuration of element B, 1s2, 2s2, 2p6, 3s2, 3p1, and find out period, group, block, valency, etc. Come on, find out. Number of main shell represents period. How many main shells? 1, 2, 3. Left side le ഏറ്റവും വലിയ നമ്പർ നോക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും വലിയ നമ്പർ 3. അപ്പോൾ തേർഡ് പീരീഡിലാണ് എലമെന്റ് വരുന്നത്. തേർഡ് പീരീഡിൽ ഗ്രൂപ്പ് പിയിലാണ് എൻഡ് ചെയ്യുന്നത്. പിയിൽ എൻഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 12 പ്ലസ് പി ഇലക്ട്രോൺ. അത് നമ്മൾ പഠിക്കണം. പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ബ്ലോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. പിയിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 12 പ്ലസ് പി ഇലക്ട്രോൺ. പിയിൽ ഇലക്ട്രോൺ 1 ആണ്, അതോടൊപ്പം 12 ആഡ് ചെയ്യുന്നു. 12 പ്ലസ് പി ഇലക്ട്രോൺ 1, 12 പ്ലസ് 1 13. ഈ എലമെന്റിന്റെ ഗ്രൂപ്പ് 13. വിച്ച് ബ്ലോക്ക്? പിയിലാണ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻ പി ബ്ലോക്ക്. നെക്സ്റ്റ് അറ്റോമിക് നമ്പർ, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അറ്റോമിക് നമ്പർ 2 plus 2 plus 6 plus 2 plus 1, 13. Atomic number 13. And we can find out its valency. Valency, atomic number 13. Write the electronic configuration main shell wise. 2, 8, 3. So number of electron present in the last shell 3. So its valency 3. And oxidation number plus 3. It is metal. And 13th element, we can check in periodic table. This element belongs third period. First period, second period, third period, third period. Third period in which group? 13. Third period, 13th group. 13th group. Third period, 13th group. Aluminium. This includes in P block, right? This includes in P block. Next example. Listen. 1s2, 2s2, 2p6, 3s2. Find its period, group, block. Third period, period number 3. Then group number S2, so second group. And block, electron end in S subshell, so S block. Then atomic number 2 plus 2 plus 6 plus 2 is equal to 12. And valency, we can write electronic configuration main shell wise 282. Atomic number 12, we can write electronic configuration 282. So valency 2. Valency 2. Oxidation number plus 2. It is metal. And find out.
Check in periodic table. Element includes in second period and third period. Element belongs third period, second group. Third period, second group. It is magnesium. It includes in S block, right? Then example. Next example. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. Find out period, group, block, etc. ഇതിന്റെ ലാസ്റ്റ് സബ്ഷെൽ ഏതാണ്? ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. 4sൽ ഇലക്ട്രോൺ നിറച്ചിട്ട് നമ്മൾ 3dയിലേക്ക് പോകുന്നേ. ഇപ്പോൾ കാണുമ്പോൾ ഇത് 4s ആണ് ലാസ്റ്റ് എന്ന് തോന്നും, പക്ഷേ 4sൽ നിറച്ചിട്ടാണ് 3dയിലേക്ക് വരുന്നത്. സോ വിച്ച് ഈസ് ലാസ്റ്റ് സബ്ഷെൽ? 3d. 3d ആണ് ലാസ്റ്റ് സബ്ഷെൽ, അത് മറക്കരുത്. 4sൽ നിറച്ചിട്ടല്ലേ 3dയിൽ വരുന്നത്, അപ്പോൾ 3d ആണ് ലാസ്റ്റ് സബ്ഷെൽ എന്ന് ഓർമ്മ വേണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. സോ ഫൈൻഡ് ഔട്ട് പീരീഡ് നമ്പർ. ഏറ്റവും വലിയ നമ്പർ എത്രയാണ്? 4. 4 is large number. So first shell, second shell, third shell and fourth shell. Number of main shell represents period. These elements belongs fourth period. And group number. This element electrons end in not S subshell. Electrons end in 3d subshell. D subshell. അപ്പോൾ ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്ന ഡിയിലാണ്. ഡിയിൽ ഇലക്ട്രോൺ എൻഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ള മാർഗം S plus D. എസിലെയും ഡിയിലെയും ഇലക്ട്രോൺ ആഡ് ചെയ്യലാണ്. സോ 2 plus 1, 3. ഗ്രൂപ്പ് നമ്പർ 3. And block. D subshell is the last subshell. So it includes in D block. And atomic number find out. 2 plus 2 plus 6 plus 2 plus 6 plus 2 plus 1 plus 2 is equal to 21. Atomic number 21. And find out its valency, oxidation number, and which element. Right. Check the periodic table. Period number 4. These elements belongs period, fourth period. First period, second period, third period, fourth period. And third group. Fourth period, third group. So it is scandium. It includes in D block. D block. ഒരു എലമെന്റിന്റെ സബ്ഷെൽ കോൺഫിഗറേഷൻ മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് ആ എലമെന്റിന്റെ പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. We can find out complete history of atomic elements.